ഡോക്ടർ പ്ലസ് ആദ്യം ഓഫ്ലൈൻ ആയിട്ട് സെറ്റ് ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ ആലോചിച്ചപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിൽ വളരെ ചുരുക്കം സ്റ്റുഡൻസിന് മാത്രമാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓൺലൈനിലേക്ക് മാറി. പക്ഷെ അന്ന് ഇത്തരം ഓൺലൈൻ യുഗമൊന്നും ആയിരുന്നില്ല. ആ കൊറോണ വന്ന് തുടങ്ങിയ സമയമായിരുന്നു. അപ്പൊ ആ ജനുവരി തന്നെയാണ് നമ്മൾ ഡോക്ടർ പ്ലസ് ലോഞ്ച് ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ ആലോചിച്ചു, അതായത് പല സ്റ്റുഡൻസും പല കപ്പാസിറ്റി ഉള്ളവരായിരിക്കും. എല്ലാവരും ഇപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞ അപ്പൊ തന്നെ പഠിക്കുന്നവരായിരിക്കണം എന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ റെക്കോർഡഡ് സെഷനിലേക്ക് നമ്മൾ പോയത്. നമ്മൾ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഷാഡാക്യം എന്ന ഒറ്റ സബ്ജക്ട് വെച്ചിട്ടാണ്. അപ്പൊ അതിന്റെ ക്ലാസ്സുകൾ ഭൂരിഭാഗം ക്ലാസ്സുകൾ എടുക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ അത് യൂസ് ചെയ്തിരുന്ന സ്റ്റുഡൻസിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല റെസ്പോൺസുകൾ വരാൻ തുടങ്ങി. അപ്പൊ അവര് തന്നെ റിക്വസ്റ്റ് ചെയ്തു ബാക്കി സബ്ജക്ട് കൂടെ സ്റ്റാർട്ട് ചെയ്യാവോ. അങ്ങനെയാണ് നമ്മൾ പിന്നീട് ബാക്കി ഫസ്റ്റ് ഇയർ ടു ഫൈനൽ ഇയർ കോഴ്സസ് നമ്മൾ സെറ്റ് ചെയ്തത്. ഏകദേശം 50ഓളം ട്യൂട്ടേഴ്സ് ആണ് ഇതിന്റെ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത്. ഡോക്ടർ പ്ലസിലെ കോഴ്സുകൾ നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് വെച്ചാൽ പഠിക്കാണെന്ന് അറിയാത്ത രീതിയിൽ നിങ്ങൾ പഠിക്കണം. അതായത് സബ്ജക്ട് ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് ഒരു ഫണ്ണായിട്ട് പഠിക്കണം. ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒട്ടും ബേസ് ഇല്ലാത്ത ആൾക്ക് വരെ ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. നമുക്ക് അത്തരത്തിലുള്ള റെസ്പോൺസും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പല അസുഖങ്ങൾ കാരണം ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത കുട്ടികൾക്കൊക്കെ ഇത് വെച്ച് പഠിച്ചിട്ട് പാസ്സാവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തന്നെയല്ല നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്, നിങ്ങൾ ഡോക്ടർ പ്ലസ് വെച്ചിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങൾ പാസ്സാവണം. ആസ് എ BAMS സ്റ്റുഡന്റ് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സ്ട്രഗിൾസും കവർ അപ്പ് ചെയ്യുന്ന രീതിയിലാണ്